ഹായ്, 2 ചോദ്യങ്ങൾ 3 ഉത്തരങ്ങൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. ചോദ്യം നമ്പർ 1. +2 സയൻസ് ബാച്ച് എടുത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥി മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വർഷം മാറ്റിവെച്ച് റിപ്പീറ്റേഴ്സ് കോഴ്സ് ചെയ്യണമോ വേണ്ടയോ? ഉത്തരം: ആദ്യ പരിഗണന കൊടുക്കേണ്ടത് കുട്ടിയുടെ ആദ്യ ചാൻസിൽ നേടിയെടുത്ത മാർക്കിനാണ്. അത് നീറ്റ് എൻട്രൻസ് എക്സാം ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 200 മാർക്കെങ്കിലും നേടാൻ ആ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷം റിപ്പീറ്റേഴ്സ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് ഏതാണ്ട് സക്സസ് ആകാൻ സാധ്യതയുള്ള രീതിയാണ് കണ്ടുവരുന്നത്. സഫയറിൽ 400 മാർക്കിലും കൂടുതൽ റിപ്പീറ്റേഴ്സ് കോഴ്സ് കൊണ്ട് മാത്രം അച്ചീവ് ചെയ്ത ഒത്തിരി വിദ്യാർത്ഥികളെ ഞങ്ങൾക്കറിയാം. ഇനി രണ്ടാമത്തെ പരിഗണന, അതും കുട്ടിയുടെ അംബിഷൻ ആയിരിക്കണം. കുട്ടിയുടെ ലൈഫ് അംബിഷൻ ഒരു MBBS തന്നെയാണെങ്കിൽ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു വർഷം റിപ്പീറ്റേഴ്സ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് ആ കുട്ടിയെ കോൺഫിഡൻസോട് കൂടിയിട്ട് നീറ്റ് എൻട്രൻസ് എക്സാം എഴുതാൻ സഹായിക്കും. അത് റിസൾട്ടിലേക്ക് വഴിവെക്കുകയും ചെയ്യും. മൂന്നാമത്തെ പരിഗണനയാണ് രക്ഷിതാക്കളുടെ റോൾ. രക്ഷിതാക്കൾക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട്, തൻ്റെ കുട്ടിക്ക് +1 +2 പഠന കാലയളവിൽ കൃത്യമായ ഒരു എൻട്രൻസ് ഓറിയന്റേഷൻ കിട്ടിയില്ല, ഒരു പക്ഷേ ക്രാഷ് കോഴ്സ് മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചാൻസ് നന്നായി അപ്പിയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ ആ കുട്ടിയുടെ കഴിവിൽ വിശ്വാസമുള്ള പാരൻസ് തീർച്ചയായും ഒരു വർഷം ആ കുട്ടിക്ക് കൊടുക്കണം. ആ കുട്ടിക്ക് കൃത്യമായ ഒരു ഓറിയന്റേഷൻ കിട്ടി പഠിച്ച് വരട്ടെ. ഇതാണ് മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ പരിഗണന കൊടുക്കേണ്ട മുൻകരുതൽ. എന്നാൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കൃത്യമായും ഒരു അപ്ഗ്രഡേഷൻ, അത് തീർച്ചയായിട്ടും ഒരു IIT, NIT, IIST അല്ലെങ്കിൽ VIT അല്ലെങ്കിൽ BITS പോലുള്ള മികച്ച എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി ആയിരിക്കണം ഒരു വർഷം മാറ്റിവെച്ച് റിപ്പീറ്റേഴ്സ് കോഴ്സിന് ജോയിൻ ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യവും അതിനുള്ള ഉത്തരങ്ങളും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു റിപ്പീറ്റേഴ്സ് കോഴ്സ് എത്രത്തോളം സക്സസ്ഫുൾ ആണ്? ഉത്തരം: കുട്ടിയുടെ ഡെഡിക്കേഷൻ. ഒന്നാമത്തെ പരിഗണന ആ കുട്ടിയുടെ ഡെഡിക്കേഷൻ അനുസരിച്ചാണ് വരുന്നത്. 2, ആ കുട്ടിക്ക് കിട്ടുന്ന കോച്ചിങ് ടീച്ചിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. +1 +2 കാലയളവിൽ കൃത്യമായി ആ ബോർഡ് എക്സാം ലെവലും NCERT ടെക്സ്റ്റ് ബുക്കും നന്നായി പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ഇനി വേണ്ടത് കൃത്യമായ കോച്ചിങ് ആണ്. പല കാര്യങ്ങൾ, കോച്ചിങ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. റെഗുലർ ആയിട്ടുള്ള മോഡൽ എക്സാംസ്, റെഗുലർ ആയിട്ടുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ, ഇതൊക്കെ ആ കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് എന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട. ഇനി മൂന്നാമത്തത് ചോദ്യമില്ലാത്ത ഉത്തരമാണ്. ഉത്തരം സഫയർ, ദ ഡ്രീം ടീം ഇൻ എൻട്രൻസ് കോച്ചിങ്. ഒരു സംശയമില്ല. എവിടെ പഠിക്കണം? 29 വർഷത്തെ ലെഗസി, ഈ ഫീൽഡിൽ ആധിപത്യമുള്ള, ഒട്ടനവധി സമയങ്ങളിൽ 1ാം റാങ്ക് ഉൾപ്പെടെ കരസ്ഥമാക്കിയിട്ടുള്ള കേരളത്തിലെ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്, റെഗുലർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നുണ്ട് സഫയർ. തീർച്ചയായിട്ടും സഫയറിന്റെ റിപ്പീറ്റേഴ്സ് കോഴ്സിൽ ധൈര്യപൂർവ്വം ജോയിൻ ചെയ്യാം. സക്സസ് നിങ്ങളുടേതാവട്ടെ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.